ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകേട്ട് ഇറാനെ ആക്രമിക്കാൻ കോപ്പുകൂട്ടിയ അമേരിക്കൻ പ്രസിഡന്റ് ഒറ്റ രാത്രി കൊണ്ടാണ് നിലപാട് മാറ്റി സൈനികരെയും കൊണ്ട് കളം വിട്ടത്. എങ്കിലും നെതന്യാഹുവിന്റെ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ വീണ്ടും അമേരിക്കൻ സേന പശ്ചിമേഷ്യയിലേക്ക് അടുക്കുന്നതായി വാർത്തകളുണ്ടായിരുന്നു. ഇറാന്റെ മണ്ണിലേക്ക് ആര് പ്രവേശിച്ചാലും അവരുടെ അന്ത്യം കുറിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഇറാൻ തങ്ങളുടെ നൂതന ആയുധങ്ങൾ അടക്കം നിരത്തി യുദ്ധപ്രഖ്യാപനം നടത്തി കാത്തിരിക്കുകയാണ്. മാത്രമല്ല, ആകാശത്ത് അത്ഭുതം കാണിക്കാൻ ശേഷിയുള്ള ചൈനയുടെയും ഉത്തര കൊറിയയുടെയും അടക്കം ഫൈറ്റർ ജെറ്റുകൾ ഇറാനിൽ എത്തിച്ചേർന്നു കഴിഞ്ഞു. ഇനി ശത്രുവിന്റെ വരവിനായുള്ള കാത്തിരിപ്പിലാണ് ഇറാൻ. ഇറാനെ ആക്രമിക്കുമെന്ന് പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ആ നീക്കത്തിൽ നിന്നും പിൻവാങ്ങുന്നതിന്റെ യഥാർത്ഥ കാരണം സംബന്ധിച്ച് നിരവധി അഭ്യൂഹങ്ങളാണ് പുറത്തു വരുന്നതെങ്കിലും യാഥാർത്ഥ്യം മറ്റൊന്നാണ്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫ്ലോറിഡയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇറാനിൽ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത്. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധത്താൽ പൊറുതിമുട്ടിയ ഇറാനിൽ അസംതൃപ്തരായ ജനങ്ങളുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. ഈ അസംതൃപ്തരിൽ ഒരു വിഭാഗത്തെ ഒപ്പം നിർത്തി ഇറാൻ ഭരണകൂടത്തെ പൊളിക്കാനുള്ള പദ്ധതിക്ക് പച്ചക്കൊടി കാണിച്ചാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് പുറപ്പെട്ടിരുന്നത്. അവിടെ വച്ചാണ് ഇറാനെ ആക്രമിക്കാനുള്ള ഗൂഢാലോചന രൂപപ്പെടുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ മൊസാദിന്റെയും CIA തലവന്മാർ കൂടി പങ്കെടുത്തിരുന്നു എന്നതിൽ നിന്ന് തന്നെ എല്ലാം വ്യക്തമാണ്. അവരെ എല്ലാവരെയും ഏറെ ആശങ്കപ്പെടുത്തിയതും ഭയന്നതും ഇറാനിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം സംബന്ധിച്ച ആശങ്കകൾ തന്നെയാണ്. 6 മാസം മുമ്പ് നടന്ന സംഘർഷത്തിൽ ഇതൊന്നും നശിപ്പിക്കാൻ സാധിക്കാത്തതിനാൽ ഇറാൻ ആണവായുധം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കയ്ക്കും ഇറാനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന കാര്യമാണ് നെതന്യാഹു ട്രംപിനെ ബോധ്യപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ടാണ് ഇറാനിൽ ഒരു ഭരണമാറ്റം എന്ന പദ്ധതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. വെനസ്വേല പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുവന്നതുപോലും യഥാർത്ഥത്തിൽ ഇറാനിലെ സർക്കാർ വിരുദ്ധരിൽ ആത്മവിശ്വാസം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയായിരുന്നു. മഡൂറോയെ തട്ടിക്കൊണ്ടുവന്നതുപോലെ അയത്തുള്ള അലി ഖമേനിയെയും തട്ടിക്കൊണ്ടുവന്ന് ഭരണമാറ്റം സാധ്യമാക്കുമെന്ന പ്രതീതി സൃഷ്ടിക്കാനായിരുന്നു ലക്ഷ്യം. 6 മാസം മുമ്പ് നടന്ന സംഘർഷം തന്നെ ഇസ്രായേലിനെ ശരിക്കും പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. തങ്ങളുടെ രാജ്യത്ത് ഒരു മിസൈലും വീഴില്ലെന്ന് പറഞ്ഞ നെതന്യാഹുവിന്റെ നാട്ടിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ പതിച്ചത് വൻ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. ഇസ്രായേൽ ഒരു ബങ്കർ രാജ്യം അല്ലായിരുന്നുവെങ്കിൽ എത്ര പേർ കൊല്ലപ്പെടുമായിരുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. ഇസ്രായേൽ പരസ്യമായി വെല്ലുവിളി നടത്താതിരുന്നതിന് കാരണം കൂടി ഇതാണ്. രണ്ടാമത്തെ കാരണം, അവർ ആഗ്രഹിക്കുന്ന ഒരു ഭരണമാറ്റം ഇറാനിൽ സംഭവിക്കണമെങ്കിൽ ജൂതരാഷ്ട്രമായ ഇസ്രായേൽ ആദ്യം മാറി നിൽക്കണമെന്ന് നെതന്യാഹുവിന് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇസ്രായേൽ മറുവശത്ത് ഉണ്ടെങ്കിൽ ഇറാൻ ജനതയെ ഭിന്നിപ്പിക്കാൻ കഴിയില്ലെന്ന് കണ്ടുകൂടിയാണ് അവർ മാറി നിന്ന് പിന്നിൽ നിന്നും കളിച്ചിരിക്കുന്നത്. അതായത് നേരിട്ട് രംഗത്ത് വന്നില്ലെങ്കിലും ഈ സംഘർഷത്തിന്റെ കഥയും തിരക്കഥയും എല്ലാം നടത്തിയിരിക്കുന്നത് ഇസ്രായേൽ തന്നെയാണ്. അത് കൃത്യമായി അറിയുന്നത് കൊണ്ടാണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു പടി കൂടി കടന്ന് പശ്ചിമേഷ്യയിലെ മുഴുവൻ അമേരിക്കൻ താവളങ്ങൾ കാത്തിക്കുമെന്നും ഇറാൻ വ്യക്തമാക്കിയിരുന്നു. രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഇറാന്റെ ഇപ്പോഴത്തെ നിലപാട്. ഇറാന്റെ മിസൈൽ ശേഷിയെക്കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ടായിരുന്ന അമേരിക്കൻ സൈനിക നേതൃത്വം പതറിപ്പോയത് ഇറാന്റെ ഈ മുന്നറിയിപ്പിലാണ്. ഇറാനിൽ അധിനിവേശം നടത്താൻ പറ്റിയ സാഹചര്യമാണെന്നും മൊസാദ് എല്ലാം കൃത്യമായി ചെയ്തു വച്ചിട്ടുണ്ടെന്നുമുള്ള നെതന്യാഹുവിന്റെ വാക്ക് വിശ്വസിച്ച് ഇറാനെ ആക്രമിക്കാൻ നിർദ്ദേശം നൽകിയ ട്രംപിനെ സംബന്ധിച്ച് സ്വന്തം സൈനിക തലവന്മാരിൽ നിന്നുണ്ടായ നിസ്സഹകരണവും അപ്രതീക്ഷിതമായിരുന്നു. യുദ്ധക്കപ്പലുകൾ മിക്കതും അറ്റകുറ്റപ്പണിയിലാണെന്നും ഇറാനിൽ നിന്നും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുമുള്ള മുന്നറിയിപ്പാണ് സൈനിക നേതൃത്വം നൽകിയതെന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാന് കൃത്യതയാർന്ന ആക്രമണം നടത്താൻ ആവശ്യമായ ഇന്റലിജൻസ് വിവരങ്ങളും ടെക്നോളജിയും റഷ്യയും ചൈനയും നൽകുന്നുണ്ടെന്ന വിവരം CIA ഉന്നതരും ട്രംപിനെ അറിയിച്ചിട്ടുണ്ട്. ഇത്തരം ഒരു സമ്മർദ്ദം അമേരിക്കയ്ക്കകത്തു നിന്നും ട്രംപ് നേരിടുമ്പോൾ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ സഖ്യകക്ഷികളിൽ നിന്നുള്ള വലിയ സമ്മർദ്ദവും അമേരിക്കൻ പ്രസിഡന്റിന് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. പശ്ചിമേഷ്യ തന്നെ കുരുതിക്കളമാക്കാനുള്ള സൈനിക ശേഷി ഇറാനുണ്ട് എന്നത് ഏറ്റവും നന്നായി അറിയാവുന്നതും ഈ രാജ്യങ്ങൾക്ക് കൂടിയാണ്. ഈ ഘട്ടത്തിൽ തന്നെയാണ് സംഗതികളെല്ലാം പിഴച്ചു എന്ന റിപ്പോർട്ട് ഇറാനിൽ നിന്ന് തന്നെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ലഭിച്ചിരിക്കുന്നത്. പ്രക്ഷോഭകാരികൾ നല്ലൊരു വിഭാഗം കൊല്ലപ്പെട്ടെന്നുള്ള വാർത്തയേക്കാൾ പ്രക്ഷോഭത്തിനെതിരെ ലക്ഷക്കണക്കിന് ഇറാനികൾ രംഗത്തിറങ്ങിയതായ വാർത്തയാണ് ട്രംപിനെയും നെതന്യാഹുവും ഞെട്ടിച്ചത്. ഭരണമാറ്റം എന്നത് നടക്കില്ലെന്നത് അവർ ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭൂമിശാസ്ത്രപരമായി തന്നെ മലകളാൽ വലയം ചെയ്യപ്പെട്ട ഇറാൻ ശത്രുരാജ്യങ്ങളെ സംബന്ധിച്ച് ഒരു കെണി കൂടിയാണ് ഒരുക്കി വെച്ചത്. അവിടെ ചാടിക്കൊടുത്താൽ അമേരിക്കൻ സൈനികരായാലും പിന്നെ തിരിച്ചു വരില്ല എന്നുള്ളതാണ് ഉറപ്പ്. യുദ്ധം ചെയ്ത് ശരിക്കും പരിചയമുള്ള ഒരു പാരമ്പര്യമുള്ള രാജ്യമാണ് ഇറാൻ. അവർ അങ്ങനെയൊന്നും ഭയക്കുകയും ഇല്ല. ഇറാനിൽ ഇറങ്ങിയാൽ വിയറ്റ്നാമിൽ ഉണ്ടായതിനേക്കാൾ വലിയ നഷ്ടമാണ് അമേരിക്കൻ സൈന്യത്തിന് ഉണ്ടാകുക എന്നതും തിരിച്ചറിവായിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് പ്രസിഡന്റിനോട് തന്നെ അമേരിക്കൻ സൈനിക നേതൃത്വം ഇപ്പോൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നത്.
ഒരടി അമേരിക്കയ്ക്ക് ഇറാനിൽ നിന്നും കിട്ടിയാൽ പിന്നെ അടിയോട് അടി തന്നെ ആയിരിക്കും എന്ന സൂചനകളും അവർ പുറത്തുവിട്ട് കഴിഞ്ഞു. ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്നും അമേരിക്കയെ പിന്തിരിപ്പിച്ചതിന് പിന്നിലും ചില ഇടപെടലുകളുണ്ടെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. അത് റഷ്യയുടെ ഇടപെടലാണ്. ഇസ്രായേൽ തിരക്കഥയാണ് ട്രംപ് നടപ്പാക്കാൻ പോകുന്നത് എന്ന് അറിയാവുന്ന റഷ്യ ആദ്യം വിളിച്ചത് ഇസ്രായേലിനെയാണ്. ഇറാനെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കമുണ്ടായാൽ റഷ്യ ഇടപെടുമെന്ന് മാത്രമല്ല, ഇറാനുമായി വേണ്ടിവന്നാൽ സൈനിക കരാർ ഉണ്ടാക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് റഷ്യ നൽകിയതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. തങ്ങളെ ഇറാൻ ആക്രമിച്ചില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കില്ലെന്ന് ഇസ്രായേൽ ഇതോടെ റഷ്യയ്ക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. നിലവിലുള്ള ശത്രുതയ്ക്കും പ്രാദേശിക സംഘർഷങ്ങൾക്കും ഇടയിലുണ്ടായ ഒരു അസാധാരണ നയതന്ത്ര ബന്ധത്തെയാണ് ഇത് എടുത്തു കാണിക്കുന്നത്. ഇരുപക്ഷവും മറുവശത്ത് മുൻകരുതലുകൾ ആക്രമണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന സൂചനയുണ്ടെന്നാണ് നയതന്ത്രജ്ഞരും പ്രാദേശിക ഉദ്യോഗസ്ഥരെയും ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ജൂണിൽ 12 ദിവസത്തെ യുദ്ധം നടത്തിയ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത കണക്കിലെടുക്കുമ്പോൾ ആശയവിനിമയത്തിനും റഷ്യൻ മധ്യസ്ഥതയ്ക്കും അസാധാരണമാണെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. സംഘർഷങ്ങൾ വർദ്ധിക്കുന്ന കക്ഷിയായി പ്രത്യക്ഷപ്പെടുന്നത് ഒഴിവാക്കാൻ ഇസ്രായേൽ ശ്രമിക്കണമെന്നത് ഇക്കാര്യം സ്ഥിരീകരിച്ച ഇസ്രായേൽ സ്രോതസ്സുകൾ തന്നെ വാഷിംഗ്ടൺ പോസ്റ്റിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു രാജ്യത്തിൻ്റെ സമാധാനവും ക്രമസമാധാനവും തകർക്കാൻ വിദേശ സഹായത്തോടെ ശ്രമങ്ങൾ നടക്കുമ്പോൾ അത് തടയുക എന്നത് ഏതൊരു ഭരണകൂടത്തിൻ്റെയും പ്രാഥമിക കടമയാണ്. ഇറാനെ അസ്ഥിരപ്പെടുത്താൻ ആസൂത്രിതമായി നീക്കങ്ങൾ നടക്കുമ്പോൾ തൻ്റെ സഖ്യകക്ഷികളുടെ സഹായം തേടുന്നത് ഒരു നയതന്ത്രപരമായ കരുനീക്കമായാണ് കാണേണ്ടത്. മേഖലയിലെ പ്രതിരോധ അച്ചുതണ്ട് ശക്തിപ്പെടുത്തുന്നതിലൂടെ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ശത്രുക്കളുടെ ഭീഷണികളെ ഫലപ്രദമായി നേരിടാൻ ഇറാന് സാധിക്കുന്നുണ്ട്. വിദേശ മാധ്യമങ്ങൾ ക്രൂരമായ അടിച്ചമർത്തൽ എന്ന് വിശേഷിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ രാജ്യത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന വിധ്വംസക ശക്തികൾക്കെതിരെയുള്ള നിയമപരമായ സുരക്ഷാ നടപടികളാണ്. സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ഇറാൻ ജനതയെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്ന പാശ്ചാത്യ ശക്തികൾ തന്നെയാണ് മനുഷ്യാവകാശങ്ങളുടെ പേരിൽ ഇപ്പോൾ മുതലക്കണ്ണീർ ഒഴുക്കുന്നത്. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളിലും ശാസ്ത്ര സാങ്കേതിക പ്രതിരോധ മേഖലകളിൽ ഇറാൻ കൈവരിച്ച മുന്നേറ്റം ആ രാജ്യത്തിൻ്റെ തകർക്കാൻ ശ്രമിക്കുന്ന ബാഹ്യ അജണ്ടകളെ തിരിച്ചറിഞ്ഞ് ദേശീയ താൽപ്പര്യങ്ങൾക്കും ഇസ്ലാമിക മൂല്യങ്ങൾക്കും മുൻഗണന നൽകിക്കൊണ്ട് അയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിൽ ഇറാൻ മുന്നോട്ടു പോകുന്നതിനെ ലോകത്തിലെ പല സ്വതന്ത്ര രാഷ്ട്രങ്ങളും ബഹുമാനത്തോടെയാണ് നോക്കിക്കാണുന്നത്. അയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഇറാൻ നേരിടുന്നത് വെറും സമാധാനപരമായ പ്രതിഷേധങ്ങൾ മാത്രമല്ല, മറിച്ച് രാജ്യം അകത്തുനിന്നും പുറത്തുനിന്നും അസ്ഥിരമാക്കാനുള്ള സംഘടിത ശ്രമങ്ങളാണ് ഇറാൻ തുടർച്ചയായി വ്യക്തമാക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ നടന്ന പല പ്രക്ഷോഭങ്ങളിലും ആയുധധാരികളായ ഗ്രൂപ്പുകൾ കടന്നുകയറിയതും സുരക്ഷാസേനയെയും പൊതുസൗകര്യങ്ങളെയും ലക്ഷ്യമാക്കി ആക്രമണങ്ങൾ നടന്നതുമാണ് ഇറാനിലെ അനുഭവം. ഈ പശ്ചാത്തലത്തിലാണ് ഭരണകൂടം കർശനമായ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചത്. അതിനെ ഭരണകൂടത്തിൻ്റെ ക്രൂരതയായി മാത്രം ചിത്രീകരിക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ പേനയെടുത്തത്. പശ്ചിമലോകം വിശ്വസനീയമെന്ന് വിളിക്കുന്ന CNN, റോയിട്ടേഴ്സ് തുടങ്ങിയ മാധ്യമങ്ങൾ പോലും ഇറാൻ്റെ ദേശീയ സുരക്ഷാ ആശങ്കകൾക്ക് ആവശ്യമായ പ്രാധാന്യം നൽകുന്നില്ല എന്ന ആരോപണം ഇറാൻ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല, സിറിയ, ഇറാഖ്, ലെബനാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നടന്ന യുദ്ധങ്ങളും അസ്ഥിരതയും എങ്ങനെ വിദേശ ഇടപെടലുകളുടെ ഫലമായി മാറിയെന്ന അനുഭവമാണ് ഇറാനെ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചത്. അതിനാൽ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന ആശയം ഇറാൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ആക്രമണ തന്ത്രമല്ല, മറിച്ച് വിദേശ ആധിപത്യത്തെയും ഇടപെടലുകളെയും ചെറുക്കാനുള്ള പ്രതിരോധ ശൃംഖല കൂടി സൃഷ്ടിക്കാൻ കാരണമായിരുന്നു.